എക്സൽ എർത്തിങ്സ്, അതായത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ മേളയിൽ ഒരു ഡിഫറൻ്റ് ആയിരിക്കുന്ന ഒരു സ്റ്റാളായിട്ടാണ് നമുക്കിത് തോന്നുന്നത്. പ്രത്യേകിച്ച് ഏത് ഒരു സ്ഥാപനത്തിനായാലും കെട്ടിടത്തിനായി കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ സെക്യൂർ എന്ന് പറയുന്ന ഒരു ഭാഗം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ എക്സൽ എർത്തിങ്സ് എന്ന് പറയുന്നത്. സർ നമസ്കാരം, എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ജിയോ, ഞാൻ എക്സൽ എർത്തിങ്സിൻ്റെ ടെക്നിക്കൽ മാനേജറാണ്. എങ്ങനെയാണ് നമ്മുടെ ഇത് ഈ എക്സൽ എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്? നമ്മൾ ഇലക്ട്രിക്കൽ എർത്തിങ്ങും ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഡിവൈസസിലുമായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 15 കൊല്ലം. ഞാനിവിടെ കാണുന്ന ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എർത്തിങ് ഉപകരണങ്ങൾ ഇതന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളിവിടെ കണ്ടുവന്നിരുന്നത് ഹോട്ട് ഡിപ്പ് അല്ലെങ്കിൽ സാധാ GI എന്നുള്ള രീതിയിലുള്ള പൈപ്പ് ഇലക്ട്രോഡുകളും ഉപ്പും കരിയും എന്നുള്ള രീതിയിലുള്ള ഒരു എർത്തിങ് മെറ്റീരിയൽസ് ആയിരുന്നു നമ്മളിവിടെ കണ്ടുവരുന്നത്. നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ കോപ്പർ ബോണ്ടഡ് ആയിട്ടുള്ള എർത്ത് ഇലക്ട്രോഡ്സ്, സോളിഡ് റോഡുകൾ, നമുക്ക് കൊറോഷൻ കുറവും മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു എർത്തിങ് സിസ്റ്റവും ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന് രീതിയിലുള്ള പ്രൊഡക്ട്സ്, എർത്ത് എൻഹാൻസ്മെൻറ്റ് കോമ്പൗണ്ട്സ്, എർത്തിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ കവർ ചെയ്യുന്ന ചേമ്പേഴ്സ്, പിന്നെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് എന്നുള്ള പ്രൊഡക്ട്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളെ, വീടുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത്രത്തോളം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇതിൽ ഒരു അവയർനെസ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളെപ്പോഴും കാണുന്ന സ്വിച്ചസ്, ലൈറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറ്. അതിന് പകരമായിട്ട് എപ്പോഴും മെയിൻ്റനൻസ് ഫ്രീ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ ആൾക്കാർ കൂടുതൽ ഫോക്കസ് പോകുന്നില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇതേപോലെ എക്സ്പോസും ഇതേപോലത്തെ കുറേ ഇവൻറ്റ്സ്, നമ്മൾ ഓൺലൈൻ ഇവൻറ്റ്സ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്.